പ്രാർത്ഥന. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ഞായറാഴ്ചയുടെ ഈ സമയം ദൈവമേ ഞങ്ങൾക്ക് ആരാധനയ്ക്കായി കടന്നു വരുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനേകർക്ക് ലഭിക്കാത്ത ഈ ഭാഗ്യമൊക്കെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രയും വേഗം അവരൊക്കെ കടന്നു വരുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇന്നത്തെ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴും കർത്താവെ ദൈവത്തിൻ്റെ ശാന്തി കൃപയും കൂടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം സർവേശു നാം തന്നെ. കർത്താവിന്റെ പ്രാർത്ഥനയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അൻപത്തിനാലാമത്. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ, നീ എന്നഭയം എന്നും രക്ഷാസങ്കേതം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ, നീ എന്നഭയം എന്നും രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്. എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും, എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത്. നിനവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമതേകി. നിനവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമതേകി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും അതാ നിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി, നന്ദിയുണ്ടെന്നും അതാ നിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ, നീ എന്നഭയം രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ പറവൻ സൈന്യം, എല്ലാം തകർന്നു ഇനി ജീവിതം വേണ്ട. മുന്നിൽ ചെങ്കടൽ, പിന്നിൽ പറവൻ സൈന്യം, എല്ലാം തകർന്നു ഇനി ജീവിതം വേണ്ട. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളേകി. വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവൻ
ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. രോഗം മാറില്ല, ലോകം വിധി എഴുതി. ശോകം നിറഞ്ഞു മനം ഭീതിയിലായി. രോഗം മാറില്ല, ലോകം വിധി എഴുതി. ശോകം നിറഞ്ഞു മനം ഭീതിയിലായി. ആകുലങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനെന്നിൽ വിടുതൽ നൽകി. ആകുലങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനെന്നിൽ വിടുതൽ നൽകി. വഴി നടത്തി എത്ര അതിശയമായി. നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമായി. നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനേ, നീ എന്നവയാ എന്ന രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം. നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. 156 അമ്മ അഞ്ചാറ്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. ആത്മബലത്താലെ നാം കോട്ടകത്താകത്തിടും. രോഗം ദുഃഖം മാറിടും യേശുനാമത്തിൽ. ഇനി ഭീതിയില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ ആഹ്ലാദം നാം കേട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ ആഹ്ലാദം നാം കേട്ടിടാൻ. കാന്തൻ വരാറാ നാമും പോകാറാ. കാന്തൻ വരാറാ നാമും പോകാറാ. ശാപം തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. ശാപം തകർന്നിടും യേശുവിന്റെ നാമത്തിൽ. ഭൂതങ്ങൾ വിട്ടോടിടും യേശുനാമത്തിൽ. ഇനി ശോകമില്ല, ജയം നമുക്കവകാശമേ. കാലമേറെ ഇല്ലല്ലോ ആഹ്ലാദം നാം കേട്ടിടാൻ. കാലമേറെ ഇല്ലല്ലോ ആഹ്ലാദം നാം കേട്ടിടാൻ. കാന്തൻ വരാറാ നാമും പോകാറാ. കാന്തൻ വരാറാ നാമും പോകാറാ. കാന്തൻ
കാന്തന്മാരാരാ നാമും പോകാറായി കാന്തന്മാരാരാ നാമും പോകാറായി. 201. ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു തൻ ജീവിതം ചെയ്യുന്ന ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അന്യദേശത്തു പരദേശിയ മഞ്ഞിൽ കൂടാരവാസികള അന്യദേശത്തു പരദേശിയ മഞ്ഞിൽ കൂടാരവാസികള ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നകരത്തിനായി കാത്തു വസിക്കുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ അഗ്നിമേഘസ്തംഭം തന്നിൽ ദൈവം മാറാതെ കാവൽ നിൽക്കും മരുവിൽ അന്നവൻ നൽകും മന്നയിൽ തൃപ്തര അക്കരെ വാഗ്ദത്ത നാട്ടിനു പോകുന്ന ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? പിന്നിൽ മികബലമുള്ളരികൾ മുന്നിലോ ചെങ്കടൽ വൻതിരകൾ പിന്നിൽ മികബലമുള്ളരികൾ മുന്നിലോ ചെങ്കടൽ വൻതിരകൾ എങ്കിലും വിശ്വാസ ചെങ്കോലു നീട്ടിവൻ ചെങ്കടലും പിളർന്നക്കരയെത്തുന്ന ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? പാപത്തിൽ തൽക്കാല ഭോഗം വേണ്ട ദൈവജനത്തിന്റെ കഷ്ടം മതി പാപത്തിൽ തൽക്കാല ഭോഗം വേണ്ട ദൈവജനത്തിന്റെ കഷ്ടം മതി മിശ്രമിൽ നിക്ഷേപ വസ്തുക്കളെക്കാളും ക്രിസ്തുവിൽ നിന്നെ സമ്പത്തും നിന്നുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ചങ്ങല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസം പീഡനങ്ങൾ ചങ്ങല ചമ്മട്ടി കല്ലേറുകൾ എങ്ങും പരിഹാസം പീഡനങ്ങൾ തിങ്ങും ഉപദ്രവം കഷ്ട
എങ്കിലും ഭംഗമില്ലാതെ സമരം നടത്തുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? മൂന്നു യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുകിലും മൂന്നു യാമങ്ങളും വൻതിരയിൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും കാടൽ മീതെ നാലാം യാമത്തിൽ സഖിയവൻ വന്നിടും തീർച്ചയായി ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കഷ്ടതയാകും കാടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകിൽ കഷ്ടതയാകും കാടും തടവിൽ ദുഷ്ടലോകം ബന്ധനം ചെയ്യുകിൽ ഒട്ടും ഭയമന്യേ അർദ്ധരാത്രിയിൽ സന്തുഷ്ടരായി ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്ത് ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായി ക്രിസ്തുവിൽ തന്റെ ധനത്തിനൊത്ത് തീർത്തു തരുന്നൊരു നമ്മുടെ ദേവന് സ്തോത്രം പാടിയിടുവിൻ ഹല്ലേലൂയ ആമേൻ. ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? സ്വർഗപിതാവിന്റെ ദിവ്യ ഭണ്ഡാരത്തെ സ്വന്തമായി കണ്ടു ജീവിതം ചെയ്യുന്ന ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? എനിക്ക് കരങ്ങൾ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ, പ്രകാശിപ്പിക്കണമേ. യഹോവേ, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചു രസിക്കുന്നു. യഹോവേ, അവൻ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. യഹോവയെ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു. നട്ടവൻ കേൾക്കുകയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ?
വിചാരങ്ങളെയുമായി എന്ന് യഹോവ അറിയുന്നു. നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ന്യായവിധി നീതിയിലേക്ക് തിരിച്ചു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെ അതിനോട് യോജിക്കും. എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മകരമാസം ചെയ്യുമായിരുന്നു. എന്റെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എനിക്ക് എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. നീതിമാന്റെ പ്രാണന് വിരോധമായി അവ കൂട്ടം കൂടുന്നു. കുറ്റമില്ലാത്ത അവർ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. അവരുടെ നീതിയുടെ അവരുടെ മേൽ തന്നെ വരുത്തും. അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും. പാർക്കുന്നു. ഈ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. റോമർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, റോമർ 5:3. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നാൽ നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഇവിടെ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് കഷ്ടത, സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രത്യാശ ഉളവാക്കുന്ന ഘട്ടങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ, കഷ്ടത അത് സഹിഷ്ണുത മറ്റുള്ള നമുക്ക് ജീവിതത്തിൽ ക്ഷമിക്കുവാനും പൊറുക്കുവാനും ഒക്കെ ഉള്ള ഒരു കൃപ തരുന്ന ഒരു കാര്യമാണ് കഷ്ടത എന്ന് പറയുന്നത്. അപ്പോൾ ആ കഷ്ടത സിദ്ധത അറിവ് നമുക്ക് തരുന്നു. ആ ഒരു അറിവ് എന്തിനെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നു. മാത്രമല്ല ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് പ്രത്യാശ നൽകുന്നു. എങ്ങനെയാണ് ഈ കഷ്ടതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ സ്ഥിരത ഉളവാകാൻ വേണ്ടിയാണ് നമുക്ക് പരീക്ഷണങ്ങൾ കർത്താവ് തരുന്നതെന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടത, പരീക്ഷണം ഇല്ലാതെ ഒരു വ്യക്തിയും ഇല്ല. പരീക്ഷ ഇല്ലെങ്കിൽ അവൻ മകനല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പരീക്ഷണങ്ങളുണ്ട്. എന്താണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ കഷ്ടതയെ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന പരീക്ഷകളെ എങ്ങനെ നമ്മൾ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ. എങ്ങനെ നേരിടും? ക്രിസ്തുവിനോട് ചേർന്ന് മാത്രമേ ഇതിനെ നമുക്ക് നേരിടുവാൻ സാധിക്കുള്ളൂ. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന കൂടെ നമ്മൾ സ്ഥിരത ഉളവാക്കുന്നതാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ അതിൻ്റെ 10:13 നമുക്കറിയാവുന്നതാണ്. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയുടെ കൂടെ അത് പോവുകയും ചെയ്യുന്നു. നമുക്ക് കഷ്ടത വരുന്നുവെന്ന് നമ്മൾ പരാതിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ തോന്നുമ്പോഴും നമുക്ക് സഹിക്കുന്നതിന് മീതെ ഒരു പരീക്ഷണം ഒരു മനുഷ്യനും കർത്താവ് തരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകൾ നമുക്ക് വരുമ്പോൾ നമ്മളതിൽ പരാജയപ്പെടുകയും നമ്മൾ പിറുപിറുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ കുറവുകൾ മാത്രമാണ്. അതല്ലാതെ കർത്താവ് നമുക്ക് സഹിക്കുന്നതിന് മീതെ ഒന്നും നമുക്ക് തരുന്നില്ല. അതുപോലെയുള്ള കഷ്ടതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2 രീതിയിലുള്ള കഷ്ടതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഭൗതികമായ, നമ്മുടെ ശാരീരികമായും മാനസികമായും ഒക്കെയുള്ള പ്രയാസങ്ങളും, മറ്റൊന്നത് ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുമ്പോഴുള്ള ഒരു കഷ്ടതയുണ്ട്. അത് അതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 11-12 വാക്യത്തിൽ പറയാം: എൻ്റെ നിമിത്തം നിങ്ങൾക്ക് പഴിയും ഉപദ്രവവും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതം. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിക്കുകയും നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചു. ഇതിൽ പ്രതിഫലമുള്ള ഒരു കഷ്ടതയെക്കുറിച്ചാണ് പറയുന്നത്.
നമുക്ക് മറ്റുള്ള കഷ്ടതകളൊക്കെയും പ്രതിഫലത്തെക്കുറിച്ചല്ല, നമ്മുടെ കഷ്ടതകൾ മാറുന്നതിനെക്കുറിച്ച് ദൈവം നമുക്ക് വേണ്ടിയതായ എല്ലാ കാര്യങ്ങളും ആ കഷ്ടത്തിൽ വിടുവിക്കുകയൊക്കെ നമുക്ക്. പക്ഷേ രണ്ടാമത്തെ കഷ്ടത എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ സകല വഴിയും ഏൽക്കുകയും മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ നിന്ദിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിനൊരു പ്രതിഫലമുണ്ട്. അപ്പോഴും നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കണം. ആ പരീക്ഷയിൽ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിച്ചാലും അവിടെ നമ്മൾ സഹിഷ്ണുത, മറ്റുള്ളവരെ ക്ഷമിക്കുവാനുള്ളൊരു രൂപ, അവിടെ ആ കഷ്ടത നമുക്ക് സഹിഷ്ണുതയായിട്ട് മാറണം. പലപ്പോഴും നമ്മുടെ കഷ്ടത വരുമ്പോൾ നമുക്കല്ലെ നമ്മളെ വേദനിപ്പിക്കുന്നവർ പല രീതിയിൽ നമ്മൾ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ സഹിഷ്ണുത പോവുക. അപ്പോൾ നമുക്ക് ക്രിസ്തുവിൻ്റെ ആ കഷ്ടതയിലല്ല നമ്മൾ നിൽക്കുന്നത്. ആ കഷ്ടതയിൽ നമ്മൾ പരാജയപ്പെടുക, അവരോട് ക്ഷമിക്കുവാനൊക്കെ ചെയ്യണം. നമ്മളെ മോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടത അല്ലെ കർത്താവ് പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും അല്ലെങ്കിൽ അതിനെയൊക്കെയും സാരമില്ലാതെ വെക്കുവാനും ഒക്കെ ഉള്ള ഒരു കൃപ കർത്താവ് നമുക്ക് തന്നതിന് ശേഷമാണ് ഈ പരീക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ സഹിഷ്ണുത നമ്മുടെ ജീവിതത്തിൽ വരേണ്ട അത്യാവശ്യമാണ്. ആ സഹിഷ്ണുത വന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ സഹിഷ്ണുത വരണം. ആ കഷ്ടത നമുക്ക് സഹിഷ്ണുതയായി മാറണം. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൽ 17 തൊട്ട് ഇങ്ങനെ പറയുന്നു: എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും നശിച്ചു പോകുകയില്ല താനും. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. നമ്മൾ ക്ഷമ കൊണ്ട് നമ്മൾ പ്രാണനെ നേടും. നമ്മൾ പലതും നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പല വേദന കൊണ്ട് പല ഒരു വാക്കുകൊണ്ടൊക്കെ നമുക്ക് സങ്കടം വരും. ആ സങ്കടം നമുക്ക് ഈ ക്ഷമ കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവനെ നിലനിർത്തുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കില്ല. പലരോട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കുള്ളൊരു വ്യക്തിപരമായ കുഴപ്പം, അത് ഞാൻ എൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്, നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നില്ല. ഒരു വാക്ക് കേൾക്കുമ്പോഴേ അതിനോട് നമ്മൾ പ്രതികരിക്കും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികരണശേഷി വളരെ കൂടുതൽ. അതുകൊണ്ട് അത് ഉള്ള കുഴപ്പം നമുക്ക് ഈ കർത്താവിൻ്റെ കൃപയിൽ പൂർണ്ണമായിട്ട് നിൽക്കുവാൻ സാധിക്കുന്നില്ല. ഈ സഹിഷ്ണുത, ക്ഷമിക്കുവാനുള്ള ഒരു കൃപ തരണമേ നമുക്ക്. നിരന്തരം നമ്മൾ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകും. നമ്മുടെ കഷ്ടതയേക്കാൾ കൂടുതൽ അതിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ നമ്മളോട് നിന്ന് അരുതാത്തത് വരുന്നു. ഈയവനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം തന്നെ പറയുന്നു, ഇവനിൽ നിന്ന് ഒരു അരുതാത്തതും വന്നിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കഷ്ടത വരുമ്പോൾ എങ്ങനെയാണ് നമ്മളെങ്ങനെ പറയുന്നു? ഒരു കഷ്ടത വരുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുവാണ്, അയ്യോ കർത്താവ്, ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതിൽ കൂടുതൽ എനിക്ക് അറിയത്തില്ല, അല്ല ഞാൻ അവരെക്കാൾ എത്രയോ നന്നായിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇത് വന്നു? നമ്മൾ ആ സഹിഷ്ണുത നമുക്കില്ലാതെ പോവുകയാണ്. ആ സഹിക്കുവാനുള്ളൊരു കൃപ അത് നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. ആ ക്ഷമിക്കുവാനുള്ള കൃപ, മറ്റുള്ളവരെ ക്ഷമിക്കുവാനുള്ളൊരു കൃപ. എത്രത്തോളം നമ്മൾ ക്ഷമിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ വിശ്വാസം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കുവാൻ സാധിക്കും. ആ സഹിഷ്ണുത, ആ ക്ഷമിക്കാനുള്ള കൃപ, അത് നമുക്കൊരു അറിവ് തരും. എന്തിനെക്കുറിച്ച്? ആ സിദ്ധത, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനെ തരും. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ എബ്രായ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 5 തൊട്ടുള്ള 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതെ, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയും വരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. നമ്മൾ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടാണെങ്കിലും ഈ അറിവ് നമുക്ക് ലഭിക്കും. ഈ ക്ഷമ വരുമ്പോൾ നമ്മൾ കഷ്ടതയിൽ കൂടെ ക്ഷമ പഠിച്ച് കർത്താവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കർത്താവ് എന്നെ മകനെ പോലെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് കർത്താവ് എന്നെ തല്ലുന്നു. അത് എൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്, ഞാൻ നശിക്കുവാൻ വേണ്ടിയല്ല. പക്ഷേ ആദ്യം നമുക്കത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല ജാരസന്ധികളാകുന്നു. അപ്പോൾ നമുക്കൊരു അറിവ് കിട്ടും, ഞാൻ കർത്താവിൻ്റെ മകനായി എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് ചില ശോധനയിൽ കൂടെ എന്നെ കർത്താവ് കടത്തിവിട്ടിരുന്നു. ആ ശോധനയിൽ കൂടെ കർത്താവ് കടത്തിവിട്ട് കർത്താവിനോട് കൂടുതലായി ചേർക്കുവാൻ വേണ്ടിയാണ്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തോടെ ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമാണെന്ന് തോന്നും, പിന്നീടോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു കഷ്ടതയിൽ കൂടെ പ്രയാസത്തിൽ പോകാത്ത നമ്മളാരുമില്ല. പക്ഷേ നമ്മുടെ കഷ്ടത, നമ്മൾ ക്രിസ്തുവിനോടുള്ള വിശ്വാസം എത്രത്തോളമായി നമുക്ക് തിരിഞ്ഞു നിന്ന് പറയാൻ സാധിക്കുമോ? ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് എൻ്റെ കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം, അത് എന്നെ കർത്താവ് അങ്ങനെ തന്നതുകൊണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഗ്രഹമായി, ക്രിസ്തുവിനോടും ചേരുവാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അതാണ് ആ സിദ്ധത നമുക്ക് അറിവ് നൽകുന്നത്. ആ കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം കർത്താവിന് ചിലപ്പോൾ ആ അനുഭവത്തോടെ കൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് പറയാൻ പറ്റത്തില്ല. കാരണം അയ്യോ എൻ്റെ കർത്താവ് ഇത് എന്ത് വന്നു, ഞാൻ എന്നാ ചെയ്തു എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ പരിഭ്രമത്തിലൊക്കെ നമ്മൾ
പറഞ്ഞിരിക്കും. പക്ഷേ അതിൻ്റെ അവസാനത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പലതും നമ്മുടെ പുറകോട്ട് തിരിഞ്ഞു നോക്കി നമ്മുടെ കഷ്ടതയുടെ അവസാനം മനസ്സിലാക്കിയോ, എൻ്റെ കർത്താവ് ഇത് ഇനി തന്നതുകൊണ്ട്, ഇങ്ങനെ ചില പ്രയാസത്തിൽ കൂടെ പോയതുകൊണ്ട് എൻ്റെ കർത്താവിനെ പൂർണ്ണമായിട്ട് അറിയുവാനും അല്ല കൂടുതൽ കർത്താവിനോട് ചേരുവാൻ ഒരു അവസരം ഇത് തന്നു എന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്കത് എപ്പോഴും പറയാം. എനിക്ക് കമ്പനിയിൽ ആക്സിഡൻ്റ് ഉണ്ടായി, നടുവിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. അത് ഒരു അനുഭവം, അതങ്ങനെ ഒരു പ്രയാസം ഇപ്പോഴും അതിന് ശരീര പ്രയാസം ഉണ്ടായി ഇടയ്ക്കൊക്കെ തോന്നുമെങ്കിലും ആ ഒരു അനുഭവം ജീവിതത്തിൽ വന്നത് ക്രിസ്തുവിനോട് കൂടെ ചേരുവാനും ഈ ക്രിസ്തു കൂട്ടായ്മയിൽ വരുവാനും ആ ബന്ധത്തിൽ ജീവിക്കുവാനും ഒക്കെ ജീവിതത്തിൽ വലിയ ഇടയായിരുന്നു. അതൊരിക്കലും അന്ന് എന്തുകൊണ്ട് വന്നു അയ്യോ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കുന്നൊക്കെ ആദ്യം ഭാരം വന്നെങ്കിൽ ഇന്നെൻ്റെ കർത്താവ് കുഞ്ഞുങ്ങളെയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം ഒരു അനുഭവമാക്കി എൻ്റെ ജീവിതത്തിൽ തീർത്തു. അത് വളരെ സന്തോഷകരമായി അതിനോട്. അതുപോലെ തന്നെ യോബിൻ്റെ കാര്യം നമ്മളൊന്ന് ചിന്തിക്കുവാണെങ്കിൽ യോബിനെ കുറിച്ച് യോബ് പറയുന്നത് അതിൻ്റെ 42-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം 5 വാക്യം പറയുന്നു, ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, ഇപ്പോഴും എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, ഞാനൊരു കേൾവി മാത്രമേ കേട്ടുള്ളൂ, ഞാൻ എന്നെ കണ്ണാൽ കാണുന്നു. ആ ഒരു കഷ്ടതയിൽ കൂടെ വന്നതുകൊണ്ട് കർത്താവിനെ കാണുവാൻ തക്കവണ്ണം സാധിച്ചെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ആകെ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. കർത്താവിനെ കണ്ടപ്പോൾ സ്വയം വെറുത്ത് ചാരത്തിൽ കിടന്ന് കർത്താവിനോട് അനുദപിക്കുവാണ്. നമ്മുടെ കഷ്ടതയിൽ കൂടി കർത്താവിനെ നമ്മൾ കണ്ടെങ്കിൽ എത്രത്തോളം കർത്താവിനോട് അനുദപിച്ച് കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയിരുന്നു. അങ്ങനെ ചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്. ഈ ക്രിസ്തുവിനെ കണ്ടതൊരു പ്രത്യാശയുണ്ട്. റോമാലേഖനം തന്നെ അതിൻ്റെ 8-ാം അധ്യായത്തിൽ പറയുന്നു, 8-ാം അധ്യായത്തിൻ്റെ 17 തൊട്ട്, നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടാവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പൗലോസ് പറയുകയാണ്, ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണും. എന്തുകൊണ്ട്? ക്രിസ്തു ആ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് ലഭിച്ച് ആ സ്നേഹത്തിൽ വന്ന് ക്രിസ്തുവിനെ കാണണമെന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടതയിൽ കൂടെ എല്ലാം നമ്മൾ കടന്നുപോയി. അത് കഴിഞ്ഞ് അതിൻ്റെ അനുഭവം നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് അറിവ് കിട്ടും. പക്ഷേ ഈ നമ്മുടെ പ്രത്യാശ എത്രത്തോളം ഉണ്ട്? ഈ ലോക ജീവിതത്തിൽ നിന്ന് അപ്പുറം ഒരു പ്രത്യാശ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലുണ്ട്? ആ പ്രത്യാശത്തിലേക്ക് വരുവാൻ തക്കോണം നമുക്കിടെ കഷ്ടത പ്രത്യാശ വരെ കൊണ്ടുവരുവാൻ തക്കോണം നമ്മുടെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ടോ എന്ന് നമുക്ക് സാധിക്കും. കാരണം അങ്ങനെ ആയിട്ടുണ്ടെങ്കിലാണ് പിന്നെയും നമ്മൾ കഷ്ടത വരുമ്പോൾ അത് സാരമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഇതൊക്കെ പറയുമെങ്കിലും പിന്നീട് ഒരു കഷ്ടം വരുമ്പോഴും നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടാണ്. അതെപ്പോഴും നമ്മൾ അന്നേരം ഞാൻ മനസ്സിലാക്കുന്നത് അത് ആ വിശ്വാസത്തിൽ പൂർണ്ണമായിട്ടും ആ പ്രത്യാശയിൽ നമ്മൾ അങ്ങോട്ട് ഉറപ്പ് വരാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെയും നമ്മൾ ആ പരീക്ഷണം വരുമ്പോൾ നമ്മൾ പരാജയത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. കർത്താവ് നമ്മൾ അതിൽ നല്ല വീണ്ടും കൊണ്ടുവരും. പക്ഷേ നമ്മൾ ആ അനുഭവം വരുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്ന ആ മേഖല അല്ല പരാജയപ്പെടുന്നു എന്നുള്ളത് നമ്മൾ വ്യക്തിപരമായി തിരിച്ചറിയണം. അതുപോലെ തന്നെ ആ അധ്യായത്തിൽ തന്നെ 32-ാം അധ്യായം വാക്യം തൊട്ട് പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് തരാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആര് കുറ്റം ചുമത്തും? നീതിയിരിക്കുന്നവൻ ദൈവം ശിക്ഷിക്കുന്നവൻ ആർ? ക്രിസ്തുവേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് തീർക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം നടത്തുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. എങ്ങനെ പൗലോസ് നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് നമ്മളെന്ന് ഈ ക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കുന്നത്? ഈ ക്രിസ്തു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചതുകൊണ്ടാണ് നമ്മളോടുകൂടി സകലവും നമുക്ക് തരും. ആ ഒരു ബോധ്യം ഉറപ്പ് ലഭിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് നമുക്ക് പറയുകയാണ്, എന്തിനെ കൊണ്ട് എൻ്റെ കഷ്ടത, എന്ത് കഷ്ടത വന്നാലും ഈ ക്രിസ്തുവിൽ നിന്ന് എന്നെ കത്താൻ ഒന്നിനും കഴിയില്ല എന്ന് പറയുകയാണ്. നമ്മൾ വ്യക്തിപരമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് ഹൃദയത്തിൽ കൈവച്ച് കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ ഈ കഷ്ടതയിൽ നിന്നൊന്നും എന്നെ വേർപെടുത്താൻ കഴിയത്തില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ? അതോ നമ്മൾ വ്യക്തിപരമായി ചിലപ്പോഴൊക്കെ കർത്താവെ ഞാൻ പലപ്പോഴും തെറ്റിപ്പോയി, വീണ്ടും വരുമ്പോൾ പ്രതിസന്ധി വരുമ്പോൾ കർത്താവെ ഞാൻ അതിൽ നിന്നൊക്കെ പിന്നെ എനിക്ക് ചഞ്ചലപ്പ് വരുന്നുണ്ടോ എന്ന് നമ്മൾ വ്യക്തിപരമായി ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ കഷ്ടത വരുമ്പോൾ സന്തോഷത്തോടെ അതിനെ സഹിക്കുവാനും പൊറുക്കുവാനും ആ കഷ്ടതയിൽക്കൂടെ കർത്താവിൻ്റെ അടുത്തിലേക്ക് വരുവാനും ആ കർത്താവിനെ അറിയുവാനും നിത്യതയിൽ എത്തുവാനും തക്കവണ്ണം ഇടയാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ കൂടുവരുവുകളും നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഈ അനുഭവമൊക്കെയും വെറുതെ അങ്ങനെ ഒരിക്കലും വരരുത്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയുള്ള കർത്താവിനെ കാണുവാൻ തക്കണം നമുക്ക് ഒരുക്കത്തോടെ ഇരിക്കാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണ്.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് ഒരുങ്ങാൻ സാധിച്ചു കടന്നു ഒന്ന് പ്രാർത്ഥിക്കണം. കുളത്തുങ്കലെ മോളി ആൻറ്റി കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ചിത്തിപ്പുഴ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. സോഡിയൊക്കെ താന്ന് വളരെ കുറവുണ്ടെങ്കിൽ രാവിലെ വിളിച്ചിരുന്നു. നാളത്തേക്ക് ഡിസ്ചാർജ് ഭവനത്തിൽ വരും. മോളി ആൻറ്റി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്ഥിരമായിട്ട് കടന്നു വന്നിട്ടിരുന്ന മോളി ആൻറ്റി പോലെ തന്നെ സൂസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മുട്ടിന് വേദനയാൽ ഭാരപ്പെട്ട് നീക്കപ്പൊക്കെ ഇട്ട് ഭവനത്തിലായിരിക്കുകയാണ്. പൂർണ്ണ സൗഖ്യം കർത്താവ് തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, യേശുവിൻ മൂലമൻ യാചന നൽകുമേൻ, ആശയ്ക്കും ചീടുന്നേ വല്ലാതെങ്കിൽ യേശവും നന്മയില്ലേ, വല്ലാതെങ്കിൽ യേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാഥ സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന അടിയങ്ങളെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ഒരു വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യായ സമയത്തുകൂടി കർത്താവേ, അടിയങ്ങൾക്ക് പല ഭവനങ്ങളിൽ നിന്നും ആലയത്തിലേക്ക് കടന്നു വരുവാനോ പല ഭാവിയിടത്തിലായിരിക്കാനും ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ ആലയവും പരിസുരേശ്വരന്റെ രക്തത്താൽ മുദ്രയിട്ട് അവിടുന്ന് കാത്തുകൊള്ളണമേ. ഒരു ദൂഷണടുക്കരുതേ, ശത്രുവോടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പലകാലം കർത്താവ് അടിയങ്ങളെ വരാമാവുന്ന ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെ വിടുവിച്ച് അപാകപീഠത്തിലേക്ക് കൂട്ടി വരുത്തിയ വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, 2 3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലോ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്ക് തന്ന കർത്താവ് അടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവചനം ധ്യാനിക്കാനും ഒക്കെയും തന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഒരു പ്രാവശ്യം കൂടി എൻ്റെ അപ്പനെ നോക്കുവാനും ആ പാതപീഠത്തിലായിരിക്കാനും യേശുവിനെ ഒന്ന് ഉയർത്തുവാനും കൊണ്ട് അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അവരേറെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അപ്പൻ്റെ പാതപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ചെറുതുമായ എല്ലാ ആവശ്യഭാരങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിരിക്കുന്നവരെ അവിടുന്ന് ആശ്വാസത്തോടെ പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ പാതപീഠത്തിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ നാഥ. അടിയങ്ങൾക്ക് അത് ഭാഗ്യം ലഭിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്ന അടിയങ്ങളെ കർത്താവ് അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ പാതപീഠത്തിൽ കൂടി വരുത്തിയ വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, അടിയങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിലും കർത്താവേ, ആ കഷ്ടങ്ങളെയൊക്കെ സഹിപ്പാനുള്ള കൃപ, ക്ഷമിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് ഓരോ ദിനവും തരുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, കഷ്ടതയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, ആ നിത്യതേജസ്സിന്റെ ധനം ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ തക്കോണം അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുച്ചനെ കുടുംബമായി അവന്റെ പാതപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ മകനെ എത്രത്തോളം അവിടുന്ന് കാത്തു പരിപാലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, അന്യെയും കുഞ്ഞുങ്ങളെയും വിഞ്ചാനങ്ങളെ യേശുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യുദാനങ്ങളെ പാലപീഠങ്ങളിൽ നിന്നൊക്കെ അവിടുന്ന് കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. അടിയങ്ങളുടെ രോഗികളായ മക്കളെയൊക്കെ ഈ സമയ പാതപീഠത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മോളിയാനിക്കായി പ്രാർത്ഥിക്കുന്ന ആശുപത്രിയിലായിരിക്കുന്നു എൻ്റെ മകൾ കർത്താവേ, പൂർണ്ണമായ വിടുതല സൗഖ്യം നിന്റെ മകൾക്ക് ഈ സമയം അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഔച്ചി തൊട്ടുള്ള കാല് വരെ യേശുവിന്റെ കാര്യം ഒന്ന് തൊട്ട് തലോടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചല്ല കർത്താവേ, പൂർണ്ണമായ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ തക്കോണം എൻ്റെ മകളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പാതപീഠത്തിലേക്ക് എൻ്റെ മകളെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ സുസിയാൻഡിക്കായി പ്രാർത്ഥിക്കുന്നു. കുട്ടിൻ്റെ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ കരയിന്റെ മകളെ തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുടെ ഭാഗത്ത് കർത്താവിന്റെ കരമൊന്ന് വർഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതല സൗഖ്യം അവിടെ നയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആ കരങ്ങളിലേക്ക് എന്റെ മകളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പൂർണ്ണമായ വിടുതൽ ആശ്വാസം അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്ലാമള്ളിലെ അമ്മച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർത്തയ്ക്ക് സഹജമായ ബലഹീനതയായിരിക്കുന്നുവല്ലോ. അപ്പന്റെ കൃപാ സാന്നിധ്യം എന്റെ മകളോട് കൂടെ ഇരുന്ന ആശ്വാസത്തിന്റെ കാര്യം അവിടെ നീട്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ കരങ്ങളിലേക്ക് നിന്റെ മകളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കരങ്ങളെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുവിനായി ജിന്നുവിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തകതായ തുണകളെ അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് നിന്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അല്പസമയം ഞങ്ങളെ പാതമെടുത്തിരിക്കുമ്പോൾ കർത്താവെ ആ ക്രൂശിന്റെ മറവിൽ ഞങ്ങളെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവെ കർത്താവിനെ ആ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടുന്ന വചനം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാംസങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് എഴുതി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതൊന്ന് പൊതുവർഗം 100 മേനി പല അടിയങ്ങളിൽ പുറപ്പെടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടങ്ങൾക്ക് കളയാതെ എൻ്റെ കർത്താവോടൊന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ ഓരോരുത്തരും യേശുവിലുള്ള വിശ്വാസമായി പരിണമിച്ച് അത് അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നാഥായിക്ക് കടന്നു വരാത്ത മക്കളെയൊക്കെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ കരം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓൺലൈൻ വഴിയായി വചനമൊക്കെ ശ്രമിക്കുന്ന മക്കളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏഴയുടെ കുറവുകളോ ബലഹീനതകളോ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആദ്യോടെ അവസാനം അവിടുത്തെ കൃപ അടിയങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവിൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ, നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവിന് സത്യത്തിൽ വാങ്ങി ആരാധിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞയക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നാലും മനുഷ്യന്റെ ഭാഗങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം എഴുതണമേ. സ്വർഗീയ ആരാധനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേക്കാം. പാഠപുസ്തകത്തിൻ്റെ 814 പാട്ട്. വാഴ്ത്തിയിടുക, ശ്രീജാത്തിയിടുക, യേശുവിൻ്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, യേശുവിൻ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, യേശുവിൻ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനമോ പാരിപ്പതോ പരമേശ്വരനെ മറന്നിരിക്കോ, തന്റെയൊന്നായി ഘോഷിച്ചിടാം. പരമേശ്വരനെ മറന്നിരിക്കോ, തന്റെയൊന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതി ചാർത്തിയിടുക, യേശുവിൻ നാമം ഉയർത്തിയിടുക. സ്തുതി ചാർത്തിയിടുക, യേശുവിൻ നാമം ഉയർത്തിയിടുക. ഈശ്വരമൂല
കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തുന്ന സ്തുതിച്ചിടുക. കാക്കയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തുന്ന സ്തുതിച്ചിടുക. വാഴ്ത്തിടുക, സ്തുതി ചാർത്തിടുക. യേശുവിൻ നാമമുയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതി ചാർത്തിടുക. യേശുവിൻ നാമമുയർത്തിടുക. വാഴ്ത്തിടുക, സ്തുതി ചാർത്തിടുക. യേശുവിൻ നാമമുയർത്തിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൽ ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഒരു ചെറിയ കൂട്ടമായിട്ട് അപ്പൻ്റെ നിർഭാഗത്തിലടിയങ്ങളായിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പം 2-3 പേര് യേശുവിൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ വരാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മധ്യേ വന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഈ നിമിഷം വരെ ഞങ്ങൾക്ക് പാടുവാനും ആരാധിക്കുവാനും സങ്കീർത്തനം ധ്യാനിക്കുവാനും വചനം ധ്യാനിക്കുവാനും ഒക്കെയും കർത്താവ് എന്ന് വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങൾക്ക് ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ദാസൻ എൻ്റെ കർത്താവെ വചനം പറയുമ്പോൾ എൻ്റെ കർത്താവെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പറയുവാനും അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിച്ചപ്പോൾ അളവുകൂടാതെ ആത്മാവിനെ ഞങ്ങൾക്ക് തെരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ദാസൻ വചനം പ്രസ്താവിക്കുമ്പോൾ എൻ്റെ കർത്താവെ അവിടുന്ന് ക്രൂശിൻ്റെ മറവിൽ മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ആവശ്യഭാരങ്ങളൊക്കെയും എൻ്റെ കർത്താവ് അറിയുന്നുവല്ലോ കർത്താവെ. ആ ബലപ്പെടുത്തുന്ന ആത്മാവിനെ ബലപ്പെടുത്തുന്ന വചനത്തെ ഞങ്ങളിലേക്ക് തെരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ക്രിസ്തുവിൻ്റെ തലയോളം ഞങ്ങൾക്ക് സത്യമാകുന്ന വചനം കേട്ട് വളരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് അവിടുന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ കർത്താവെ. ആ സത്യമാവുന്ന ക്രിസ്തുവിനെ ഞങ്ങൾക്ക് അറിയുവാനും സത്യവചനങ്ങളെ കേൾക്കുവാനും കർത്താവ് നിമിഷം വരെയും തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവെ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു എന്ന് വചനം പറയുമ്പോൾ എൻ്റെ കർത്താവെ ആ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഈ വചനം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. വചന കേൾവി കർത്താവെ ഞങ്ങൾക്ക് ബലത്തിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ നിന്ന് ദാസനെ മറച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപലകയിൽ അതൊക്കെയും ഒന്ന് എഴുതി തരുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കൊരു ക്രിസ്തുവിൻ്റെ പത്രമായിട്ട് സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവെ അവിടുത്തെ നാമം ഒരിക്കലും ഞങ്ങളിലൂടെ ദുഷിക്കപ്പെടുവാൻ ഇടവരരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ നാമമെന്നും മഹത്വമെടുക്കുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വം യേശുവിനെ സകലവും ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സഹായ ശക്തിയെ